ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പൊട്ടറ്റോ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു വലിയുള്ളി കുനുകുന അരിഞ്ഞതും പിന്നെ വലിയൊരു പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേപ്പിലയും കൂടിയും ചേർക്കണേ. പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എണ്ണയിൽ കുറച്ച് ഓൾറെഡി ഉപ്പ് നമ്മൾ പൊട്ടറ്റോയിൽ ഇട്ടത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 1-2 മിനിറ്റ് നമ്മൾ അതങ്ങനെ കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 2-3 മുട്ട കൂടി നന്നായിട്ട് അടിച്ചു കൊടുത്തത് അതും കൂടി ആഡ് ചെയ്യാം. ഇനിയും നമുക്ക് അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തതിൻ്റെ ഒപ്പം നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ആ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് അതും കൂടി ഇടുക. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്താൽ അടിപൊളിയാണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.